നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1057th day. Today 6th sloka of Prathama Skandam 14th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 1057 ദിവസം. പ്രഥമ സ്കന്ധത്തിലെ 14ാമത്തെ അധ്യായത്തിലെ 6ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 14ാമത്തെ അധ്യായത്തിലെ 6ാമത്തെ ശ്ലോകം. നിമിത്യാന്യത്യരിഷ്ടാനി കാലേ ത്വനുഗതേ നൃണാം ലോഭാദ്യർമ്മപ്രകൃതിം ദൃഷ്ടേവാജാനുജം നൃപ. ഓം തത്സത്. നിമിത്യാന്യത്യരിഷ്ടാനി കാലേ ത്വനുഗതേ നൃണാം ലോഭാദ്യർമ്മപ്രകൃതിം ദൃഷ്ടോവാചാനുജം നൃപ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് നിമിത്താനി അതിരിഷ്ടാനി കാലേ ത്വം അനുഗത നൃണാം ലോഭാദ്യ അധർമ്മ പ്രകൃതി ദൃഷ്ട്വാ വാച അനുജം നൃപ. ദൃഷ്ട്വാ ഉവാച അനുജം നൃപ. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. അതായത് നിമിത്താനി അത്യന്തം ആപത്തിനെ സൂചിപ്പിക്കുന്ന, അതിരിഷ്ടാനി അത്യധികം, അതിരിഷ്ടാനി നിമിത്താനി അത്യന്തം ആപത്തിനെ സൂചിപ്പിക്കുന്ന, അത്യന്തം ആപത്തിനെ സൂചിപ്പിക്കുന്ന നിമിത്തങ്ങൾ അനുഗത അനുസരിച്ചിരിക്കുമ്പോൾ കാലേതു കാലമാകട്ടെ, കാലത്തിന് ഈ കാലത്ത് അത്യന്തികം മോശമായിട്ടുള്ള ഈ നിമിത്തങ്ങൾ ആപത്തിനെ സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങളെയും ഋണാം മനുഷ്യരുടെ അധർമ്മ പ്രകൃതി ലോഭം മുതലായ അധർമ്മ സ്വഭാവത്തെയും ദൃഷ്ട്വാ കണ്ടിട്ട് നൃപ രാജാവ് അനുജം സഹോദരനോട് ഉവാച പറഞ്ഞു. അതായത് 4 ശ്ലോകങ്ങൾ ഒരുമിച്ചിട്ടാണ് അർത്ഥം വരിക എന്ന് പറഞ്ഞു. അതുപോലെ ഇമാതിരി വിപരീതങ്ങളായിട്ടുള്ള അശുഭലക്ഷണങ്ങളെയും കാലത്തെയും മനുഷ്യരുടെ ലോഭപ്രവൃത്തി, അധർമ്മ വ്യാപാരങ്ങൾ, അധർമ്മ പ്രവൃത്തി ഇതൊക്കെ കണ്ടപ്പോൾ ഈ വക വ്യാപാരങ്ങൾക്ക് ഉചിതമായ കാലം, അതായത് കലികാലം വന്നു എന്ന് ആലോചിച്ചുകൊണ്ട് യുധിഷ്ഠിരൻ അനുജനോട് പറഞ്ഞു. കാലികാലത്ത് കാണാവുന്ന എല്ലാ ദൃഷ്ടാന്തങ്ങളും അവിടെ ധർമ്മപുത്രർ കാണുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ലോകത്തു നിന്നും യാത്രയായാൽ ഉടനെ കലികാലം ആരംഭിക്കും. അപ്പോൾ ഇപ്രകാരം കലികാലത്തുണ്ടാകുന്ന ദുഷ്പ്രവൃത്തികളും അധർമ്മങ്ങളും അതിഘോരങ്ങളായിട്ടുള്ള ഇങ്ങനെയുള്ള അശുഭ ലക്ഷണങ്ങളൊക്കെ അവിടെ കാണപ്പെട്ടു. അങ്ങനെ അതൊക്കെ കണ്ടപ്പോൾ ധർമ്മപുത്രർക്ക് എന്തോ ഒരു ആപത്ത് നടന്നിരിക്കുന്നു എന്ന് തോന്നുകയും അർജുനൻ വളരെ കാലമായിട്ട് ഭഗവാനെ കാണാൻ പോയിട്ട് തിരിച്ചും വന്നിട്ടില്ല. എല്ലാമൊക്കെ ചേർത്ത് കൂട്ടി വായിക്കുമ്പോൾ എന്തോ ഒരു മോശമായ പ്രവൃത്തി ആപത്ത് നടന്നിരിക്കും എന്നുള്ള ഒരു തോന്നലുണ്ടായിട്ട് ധർമ്മപുത്രർ തൻ്റെ അനുജനായിട്ടുള്ള ഭീമനോട്
ഇപ്രകാരമൊക്കെ പറഞ്ഞു എന്ന് പറയുകയാണ് സൂതൻ ശൗനകാദികളോട്. സൂതൻ ശൗനകാദികൾക്ക് പറയുന്നതായിട്ടാണ് നാം ഈ ഭാഗവതം പാരായണം ചെയ്യുന്നത്. ശുഖബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറഞ്ഞത് കേട്ട സൂതൻ ഈ കലികാല ദോഷം അകറ്റുവാനായിട്ട് എന്താണ് ശാശ്വതമായ പരിഹാരം എന്നുള്ളതിന് ശ്രീമദ് മഹാഭാഗവതം മാത്രമേ പരിഹാരമായിട്ടുള്ളൂ. ഈ കലികാല ദോഷം അകറ്റാൻ ആ ഭഗവാന്റെ കാലടികളിലേക്ക് ലയിക്കുക, എപ്പോഴും ആ ഭഗവാനെ ചിന്തിച്ച് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ കലികാലത്ത് ശാശ്വതമായ ഒരു നിവൃത്തി മാർഗം. അതല്ലാതെ വേറെയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കഥ പറഞ്ഞു കൊടുക്കുന്നതാണ് നാം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ധൃതരാഷ്ട്ര രാജാവ്, ഗാന്ധാരി, വിതുരർ എല്ലാം അവിടെ കാട്ടിൽ പോയി തപസ് ചെയ്ത് മരണമടഞ്ഞു എന്നറിഞ്ഞതിന് ശേഷം വീണ്ടും പറഞ്ഞ് ധർമ്മപുത്രരുടെ കഥ തുടരുകയാണ്. ധർമ്മപുത്രർ കുറേ ആപത്സൂചനകളും ദുർനിമിത്തങ്ങളും കാണുകയാണ്. ഭഗവാനെ കാണാൻ പോയിട്ടുള്ള അർജുനൻ തിരിച്ചു വന്നിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ദുർനിമിത്തങ്ങൾ കാണുമ്പോൾ ഇത് അടക്കി വയ്ക്കാനാകാതെ തൻ്റെ അനുജനായിട്ടുള്ള ഭീമനോട് സ്വയം ആ കഥ ഇതൊക്കെ കാണുന്നതൊക്കെ വിവരിക്കുന്നതാണ്. അടുത്ത കുറേ ശ്ലോകങ്ങളിലായിട്ട് ചോദിക്കുകയാണ് എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ, ഇതെന്താണ് ഇപ്രകാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൻ്റെ അനുജനോട് തൻ്റെ ആശങ്ക പങ്കുവയ്ക്കുകയാണ് അടുത്ത കുറേ ശ്ലോകങ്ങളിൽ. ഈ ശ്ലോകം ഒരിക്കൽ കൂടി. ഓം തത്സത്. നിമിത്യാന്യത്യരിഷ്ടാനി കാലേ ത്വനുഗതേ നൃണാം ലോഭാദ്യധർമ്മ പ്രവൃത്തിം ദൃഷ്ട്വാ വാചാനുജം നൃപ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ തൃക്കാൽക്കൽ ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.